الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما. സഹോദരന്മാരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നമ്മൾ ഒന്നാമത്തെ മുഖദ്ദിമയും ഒന്നാമത്തെ ആമുഖവും അതുപോലത്തെ രണ്ടാമത്തെ ആമുഖത്തിലെ ഒന്നാമത്തെ മസ്അലയും ഒന്നാമത്തെ വിഷയവും മനസ്സിലാക്കി. എന്തായിരുന്നു അത്? അദ്ദേഹം പറഞ്ഞു, അന്നല്ലാഹ ഖലഖനാ വറസഖനാ വലം യത്റുക്നാ ഹമല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് റിസ്ക് നൽകി, നമ്മളെ വെറുതെ ഉപേക്ഷിച്ചിട്ടില്ല. ബൽ അർസല ഇലൈനാ റസൂലൻ, മറിച്ച് ഒരു ദൂതനെ നമ്മളിലേക്ക് അയച്ചു, നിയോഗിച്ചു. ഫമൻ അത്വഅഹു ദഖലൽ ജന്ന, ആരെങ്കിലും ആ പ്രവാചകനെ അനുസരിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാഹു ദഖലന്നാർ, ആരെങ്കിലും ആ പ്രവാചകനെ ധിക്കരിച്ചാലോ നരകത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് സൂറത്തുൽ മുസമ്മിലിലെ ഒരായത്തും അദ്ദേഹം തെളിവായി കൊണ്ടുവന്നു. ഫിർഔന്റെ സംഭവം അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ. രണ്ടാമത്തെ മസ്അല വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ മസ്അലയുമായി രണ്ടാമത്തെ മസ്അലക്ക് വളരെ ബന്ധം കൂടുതലുണ്ട് താനും. എന്താണ് രണ്ടാമത്തെ മസ്അല? അദ്ദേഹം പറയുന്നു, അന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യർളാ, തൃപ്തിപ്പെടുകയില്ല, ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. അൻ യുശ്റക മഅഹു ഫി ഇബാദതിഹി, അവനിൽ പങ്കു ചേർക്കുന്നത്, അവനക്ക് സമന്മാരെ ഉണ്ടാക്കുന്നത്, പങ്കുകാരെ ഉണ്ടാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. എന്തിൽ? ഫി ഇബാദതിഹി, ഇബാദത്തിൽ പങ്കുകാരെ ഉണ്ടാക്കുന്നത്. ഫി ഇബാദതിഹി അഹദുൻ, ഒരാളെ, ആർക്ക് ആണെങ്കിൽ പോലും, ആർക്ക് അള്ളാഹു നൽകേണ്ട ഇബാദത്തുകൾ നൽകിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തൃപ്തിപ്പെടുകയില്ല. ലാ മലക്കുൻ മുഖറബുൻ, അടുത്ത മലക്കാകട്ടെ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇതുപോലുള്ള അടുത്ത, അള്ളാഹുവിനോട് അടുത്ത മലക്കുകളായാലും, വലാ നബിയ്യുൻ മുർസലുൻ, നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്കാണെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കാകട്ടെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കാകട്ടെ, ഏത് പ്രവാചകനാണെങ്കിലും, ഏത് മലക്കുകൾക്കാണെങ്കിലും, ആർക്കാണെങ്കിലും അള്ളാഹു നൽകേണ്ട ഇബാദത്തുകൾ മറ്റുള്ളവർക്ക് നൽകിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തൃപ്തിപ്പെടുകയില്ല. ഇതാണ് രണ്ടാമത്തെ മസല. എന്നിട്ട് അദ്ദേഹം അതിനുള്ളൊരു തെളിവ് സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ വചനം അദ്ദേഹം കൊണ്ടുവന്നു. അന്നൽ മസാജിദ് ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, തീർച്ചയായിട്ടും മസാജിദുകൾ, പള്ളികൾ, അത് അള്ളാഹുവിനുള്ളതാകുന്നു, അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും നീ വിളിച്ചു പ്രാർത്ഥിക്കരുതേ, ദുആ ചെയ്യരുതേ, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർക്ക് ഇബാദത്തുകൾ നൽകരുതേ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം ഓരോന്നായി നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിക്കൊണ്ട്
ഷിർക്കിൻ്റെ നിർവചനം ഓർമ്മപ്പെടുത്തുക. നമ്മൾ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ ഷിർക്ക് വെക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. എന്താണ് ഷിർക്ക്? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്താണ്? ജഅലു ഗൈരില്ലാഹി ഇദ്ലൻ ലില്ലാഹി അസ്സ വജൽ. അല്ലാഹു അല്ലാത്തവരെ അല്ലാഹുവിന് സമന്മാരായി വെക്കുക. ഫി അയ്യി ഷൈഇൻ മിമ്മാ യഖ്തസ്സു ബിഹി. അല്ലാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ഏത് കാര്യത്തിലാകട്ടെ, അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ഏത് കാര്യത്തിലാകട്ടെ, അത് മറ്റുള്ളവരെ അതിൽ പങ്കു ചേർത്താൽ അത് ശിർക്കാണ്. അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഏതെല്ലാമാണ്? 3 കാര്യങ്ങളാണ് അത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള. ഒന്നാമത്തെ റുബൂബിയത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ളതാണ്, അതിലാർക്കും പങ്കില്ല. റുബൂബിയത്ത്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, അവയെ സംവിധാനിക്കുന്നത്, അവയെ നിയന്ത്രിക്കുന്നത്, റിസ്ക് നൽകുന്നത്, ആധിപത്യമുള്ളത്, ഖദർ ഖദറിലുള്ള അതിലുള്ള വിശ്വാസങ്ങളെല്ലാം റുബൂബിയത്തിൽ ഉൾപ്പെടുന്നതാണ്. രണ്ടാമത്തേത് അൽ അസ്മാ വ സിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള വിശ്വാസം. അതിൽ മറ്റുള്ളവർക്ക് ശിർക്ക് വെച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പ്രത്യേകമായ അസ്മാ വ സിഫാത്തിൽ ശിർക്ക് വെക്കലാകുന്നു. മൂന്നാമത്തേത് ഇബാദത്തിൽ ശിർക്ക് വെക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ട ഇബാദത്തുകൾ മറ്റുള്ള സൃഷ്ടികൾക്ക് വെച്ചു കൊടുത്താൽ അത് ഇബാദത്തിൽ ശിർക്ക് വെക്കലായി. ഇത് മൂന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പ്രത്യേകമായതാണ് എന്ന് ഓർമ്മപ്പെടുത്താണ് ആദ്യം തന്നെ. ഇനി നമുക്ക് ശർഹിലേക്ക് മടങ്ങാം. സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഹാദിഹിൽ മസ്അലതു മുതഅല്ലഖത്തുൻ ബിൽമസ്അലത്തിൽ ഊലാ ലിഅന്നൽ ഔലാ. ഹാദിഹിൽ മസ്അല, ഈ ഒരു മസ്അല ഒന്നാമത്തെ മസ്അലയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്, റിസ്ക് നൽകിയത്, ഇതെല്ലാം ഒന്നാമത്തെ മസ്അലയിൽ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഈ രണ്ടാമത്തെ മസ്അലയും. കാരണം എന്താണ്? ലിഅന്നൽ ഊലാ ഹിയ ബയാനു വുജൂദി ഇബാദത്തില്ലാഹി വത്തിബാഇ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ വ്യക്തമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യണം, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം എന്നുള്ളത്. വഹുവ മഅനാ ഷഹാദത്തൈൻ, അതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ഷഹാദത്തിൻ്റെ അർത്ഥം. അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്യുക, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. എന്നാൽ രണ്ടാമത്തെ മസ്അലയിലോ അന്നൽ ഇബാദത ഇദാ ഖാലതഹാ ശിർകുൻ ഫഇന്നഹാ ലാ തുഖ്ബൽ. ഇബാദത്തുകൾ ചെയ്യണമെന്ന് ഒന്നാമത്തെ മസ്അലയിൽ പറഞ്ഞു. ഇബാദത്തിൽ ശിർക്ക് കലർത്തിയാൽ അത് സ്വീകരിക്കുകയില്ല. അതാണ് രണ്ടാമത്തെ മസ്അല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എപ്പോഴാണ് ഒരു ഇബാദത്താകുക? എപ്പോഴാണ് ആരാധന ആകുക? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ആരാധനക്കാണ് ആരാധന എന്ന് പറയാൻ പറ്റുള്ളൂ. ഇബാദത്തെന്ന് ശർഅയിൽ പറയാൻ പാടുള്ളൂ. യഥാർത്ഥത്തിലുള്ള ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകുന്നതായിരിക്കണം. അദ്ദേഹം പറഞ്ഞില്ലേ, അന്നഹു ലാ ബുദ്ദ അൻ തകൂനൽ ഇബാദത്തു ഖാലിസതൻ ലിവജ്ഹില്ലാഹി അസ്സ വജൽ. നിർബന്ധമാണ്, അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഖാലിസായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകണം എന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് കാണാൻ സാധിക്കും സൂഫികളെ, അതായത് തസവൂഫിൻ്റെ ആളുകളെ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള സുന്നികളെന്ന് പറയുന്ന, സുന്നത്തിൻ്റെ ആളുകളെന്ന് പറയുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകട്ടെ. അവർ പല രൂപത്തിലുള്ള ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്.
നിസ്കരിക്കുന്നവരുണ്ടായേക്കാം, വർഷം ഹജ്ജ് ചെയ്യുന്നവരുണ്ടായേക്കാം, ആളുകൾക്ക് സമ്പത്ത് സ്വതക്കയുടെ ബാബിൽ ഒരുപാട് നൽകുന്നവരുണ്ടായിരിക്കാം. പക്ഷേ സഹോദരങ്ങളെ, അള്ളാഹുവിന് പുറമെ മറ്റുള്ള സൃഷ്ടികൾക്ക് ഇബാദത്ത് നൽകുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയണം, ഫമൻ അബദല്ലാഹ വഅബദ മഅഹു ഗൈറഹു ഫഇബാദതുഹു ബാത്തിലത്തുൻ. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിച്ചു, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെയും ആരാധിച്ചാൽ അവൻ്റെ ഇബാദത്തുകൾ ബാത്തിലാണ്, നിഷ്ഫലമായതാണ്. വുജൂദുഹാ കഅദമിഹാ, അതില്ലതും ഇല്ലാത്തതൊക്കെ ഒരുപോലെയാണ്, അത് സ്വീകരിക്കപ്പെടുകയില്ല. ലിഅന്നൽ ഇബാദത ലാ തൻഫഉ ഇല്ലാ മഅൽ ഇഖ്ലാസ് വത്തൗഹീദ്. കാരണം ഇബാദത്ത് തൗഹീദ് കൊണ്ടും ഇഖ്ലാസ് കൊണ്ടുമല്ലാതെ ഉപകാരപ്പെടുകയില്ല. ഇഖ്ലാസ് കൊണ്ടും അതുപോലെ തന്നെ തൗഹീദ് കൊണ്ടുമല്ലാതെ അത് ഉപകാരപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ശിർക്ക് എത്രത്തോളം ഗൗരവമുള്ളതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വലഖദ് ഊഹിയ ഇലൈക, തീർച്ചയായിട്ടും താങ്കൾക്ക് വഹി നൽകിയിട്ടുണ്ട്. വഇലല്ലദീന മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പുള്ള ആളുകളിലേക്കും വഹി നൽകിയിട്ടുണ്ട്. താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരിലേക്കും വഹി നൽകിയിട്ടുണ്ട്. എന്താണ് വഹി? ലഇൻ അശ്റക്ത, താങ്കൾ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ ഖാസിരീങ്ങളിൽ നഷ്ടക്കാരിൽ ഉൾപ്പെടുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, എത്ര ഗൗരവമുള്ള വിഷയമാണ്, എത്ര ഗൗരവമുള്ള വിഷയമാണ് ഈ ശിർക്ക് എന്നുള്ളത്. ഒരു മനുഷ്യൻ 80 വർഷം ഇബാദത്തിലായിരുന്നു എന്ന് വിചാരിക്കുക. 80 വർഷം അദ്ദേഹം ഇബാദത്തായിക്കൊണ്ട് ജീവിച്ചു, തൗഹീദിലായിക്കൊണ്ട്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം യാ ഖൗസ് യാ മുഹ്യദ്ദീൻ എന്ന് വിളിച്ചുപോയി. അള്ളാഹുവിനെ വിളിക്കേണ്ട സ്ഥാനത്ത് യാ മുഹ്യദ്ദീൻ, ബദരീങ്ങളെ, അതുപോലെ അങ്ങനെയുള്ള വിളികൾ വിളിച്ചാൽ എന്തായി? അദ്ദേഹത്തിൻ്റെ 80 വർഷത്തെ ഇബാദത്തുകൾ പൊളിഞ്ഞുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ 18ഓളം പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, ശ്രദ്ധിക്കേണ്ടതായി, പ്രവാചകന്മാർ ചില്ലറക്കാരല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിലുണ്ടായ വലിയ പ്രവാചകന്മാർ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലുള്ള പ്രവാചകന്മാർ, ഇവരെ പോലുള്ള പ്രവാചകന്മാരെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലൗ അശ്റകൂ, അവർ അല്ലാഹുവിൽ പങ്കു ചേർത്താലും, വലൗ അശ്റകൂ, അവർ അല്ലാഹുവിൽ പങ്കു ചേർത്താലും, ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതെല്ലാം നിഷ്ഫലമായി പോകും. ഈ പ്രവാചകന്മാർ പങ്കു ചേർത്താൽ എന്താവും? അവരുടെ ഇബാദത്തുകൾ പൊളിഞ്ഞു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിലെ 88-ാമത്തെ വചനത്തിൽ പറയണം. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ദുആ ചെയ്തത്, വജ്നുബ്നി വ ബനിയ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ എന്നെയും എൻ്റെ സന്താനങ്ങളെയും എന്തിൽ നിന്നും? വജ്നുബ്നി, അകറ്റണമേ, അൻ നഅ്ബുദൽ അസ്നാം, ബിംബങ്ങളെ ആരാധിക്കുന്നതിനെ തൊട്ട്. സുബ്ഹാനല്ലാഹ്, അത്ര ഗൗരവമുള്ള വിഷയമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാഹ്, അദ്ദേഹം സലഫുകളിൽപ്പെട്ട വലിയ ഇമാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഫമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ആരുണ്ട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ശിർക്കിനെ തൊട്ട് നിർഭയത്വത്തിലായവർ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നാട്ടുകാർ മുഴുവൻ എതിരായി. അദ്ദേഹം നാട്ടിലെ ബിംബങ്ങളെല്ലാം തച്ചുടച്ചു, തൗഹീദിന് വേണ്ടി ഒറ്റക്ക് നിലകൊണ്ടു, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറ്റുവാങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ജീവിതത്തിൽ പാലിച്ചു. അതുകൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, വഇദ് ബതല ഇബ്രാഹീമ ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല
ചില വാക്കുകളെ കൊണ്ട് പരീക്ഷിച്ചു. ഫഅതമ്മഹുൻ, അവിടുന്ന് അതെല്ലാം പൂർത്തീകരിച്ചു. ഇങ്ങനെയുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, വജുനുബിനി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എൻ്റെ സന്താനങ്ങളെയും ബിംബങ്ങളെ ആരാധിക്കുന്നതിനെ തൊട്ട് നീ അകറ്റണമേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, കുല്ലമ അളുമ ഈമാനു ശഖ്സി, എപ്പോഴൊക്കെ എത്രത്തോളം ഒരുത്തൻ്റെ ഈമാൻ വർദ്ധിക്കുന്നുവോ, അളുമ ഖൗഫുഹു മിനശ്ശിർക്കി, അപ്പോഴൊക്കെ ഷിർക്കിനോടുള്ള ഭയം വർദ്ധിക്കുമെന്നുള്ളതാണ്. ഷിർക്കിനോടുള്ള ഭയം വർദ്ധിക്കുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കി, എത്ര ആളുകളാണ് തൗഹീദുള്ള ആളുകൾ ഷിർക്കിലായിക്കൊണ്ട് മരിച്ചിട്ടുള്ളത്. ഒരു പ്രയാസഘട്ടം വരും, ഒന്നുമില്ല, നാട്ടിലൊരു പ്രയാസഘട്ടം വരും, മക്കൾക്ക് എന്തെങ്കിലും അസുഖം വരും, കുടിയില്ല, വീട്ടിലില്ല, ആരെങ്കിലും പറയും ഇന്ന ആളുടെ അടുക്കൽ താങ്കൾ പോയി നോക്ക്, ഇന്ന വലിയാണെന്ന് പറയപ്പെടുന്ന ആളുടെ അടുക്കൽ താങ്കൾ പോയി നോക്ക്. ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകുമ്പോൾ അദ്ദേഹം പറയും ഒരു കറുത്ത കോഴി ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന സമയത്ത് അറുക്കണം എന്നുള്ളത്. എത്ര ആളുകൾ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഒരുപാട് ഇതുപോലുള്ള വചനങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അത്രയും കൃത്യമാണ് വിശുദ്ധ ഖുർആനിൽ ശിർക്കിനെ കുറിച്ചുള്ള നമുക്ക് നൽകിയ താക്കീതുകൾ ഒരുപാടുണ്ട്. അതുപോലെ തൗഹീദിനെ വിശദീകരിച്ചത് ഒരുപാടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഫല ഇബാദത്തു ലാ തുസമ്മ ഇബാദത്തൻ ഇല്ലാ മഅ തൗഹീദ് കമാ അന്ന സ്വലാത്ത ലാ തുസമ്മ സ്വലാത്തൻ ഇല്ലാ മഅ ത്വഹാറ. ഇബാദത്ത് തൗഹീദ് കൊണ്ടല്ലാതെ ഇബാദത്ത് എന്ന പേര് പറയുകയില്ല. അവന് ആബിദാണ്. ആബിദീങ്ങൾ, ആരിഫീങ്ങൾ, ആലിമീങ്ങൾ പങ്കെടുക്കുന്ന സദസ്സ് എന്നൊക്കെ പറയും. എന്താണോ അല്ലെ ഇബാദത്ത്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവരോട് പച്ചക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ച് തേടുക. ഇങ്ങനെയുള്ളവരെ ഒരു ആബിദ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്താണ്? തൗഹീദ് കൊണ്ടല്ലാതെ ഇബാദത്താകുകയില്ല. ഏതുപോലെ? കമാ അന്ന സ്വലാത്ത ലാ തുസമ്മ സ്വലാത്തൻ ഇല്ലാ മഅ ത്വഹാറ, നിസ്കാരം ശുദ്ധി കൊണ്ടല്ലാതെ, വുദൂഇനെ കൊണ്ടല്ലാതെ, ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധീകരിക്കാതെ നിസ്കാരമായിക്കൊണ്ട് പരിഗണിക്കാത്തതുപോലെ തന്നെ തൗഹീദ് ഇല്ലാത്ത ഇബാദത്തായിക്കൊണ്ട് പരിഗണിക്കുകയില്ല. അവിടെ എഴുതി വെച്ചോളി മനസ്സിൽ. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഫൈദാ ഖാലത ശിർകുൽ ഇബാദത അഫ്സദഹ, ഒരാളുടെ ഇബാദത്തിൽ ശിർക്ക് കലർന്നാൽ ആ ഇബാദത്തിനെ പൊളിച്ചു കളയും, അത് നശിപ്പിച്ചു കളയും. കമാ അന്ന ത്വഹാറത ഇദാ ഖാലതഹ നാഖിലു മിൻ നവാഖിലിൽ വുളൂ അഫ്സദഹ വഅബ്തലഹ, ഏതുപോലെ ശുദ്ധിയുള്ള ഒരാളുടെ അടുക്കൽ വുളൂ മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ ആ ശുദ്ധിയെ പൊളിച്ചു കളയുന്നത് പോലെ തന്നെ എന്തു ചെയ്യും? തൗഹീദിനെ ശിർക്ക് പൊളിച്ചു കളയും, ഇബാദത്തുകളെ ശിർക്ക് പൊളിച്ചു കളയും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, വലിഹാദ യജ്മഉല്ലാഹു ഫി കസീരി മിനൽ ആയാത്തി ബൈനൽ അംരി ബിഇബാദത്തി വന്നഹി അനി ശിർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയത്തുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഒരുപാട് ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടിയിട്ട് ഒറ്റ ആയത്തിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയതായി കാണാൻ സാധിക്കും. എന്തെല്ലാമാണ് ആ കാര്യങ്ങൾ? ഒന്നാമത്തേത്, രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയതായി കാണാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്താണ്? അൽ അംറു ബിൽ ഇബാദത്തിഹി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള കൽപ്പനയും, വന്നഹി അനി ശിർക്ക്, ശിർക്കിനെ തൊട്ടുള്ള വിരോധവും. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി വലാ തുശ്രികൂ ബിഹി ശൈഅ, സൂറത്തുൻ നിസായിലെ 36-ാമത്തെ വചനം. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ, സൂറത്തുൽ ബയ്യിനയിലെ 5-ാമത്തെ വചനം. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ, അംബിയായിലെ 25-ാമത്തെ വചനം. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, സൂറത്ത് ഇസ്രായിലെ
23-ാമത്തെ വചനം വലഖദ് ബഅസ്നാ ഫി കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ വചനം. ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ വചനം, സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ വചനം. ഒരുപാട് വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയതായി കാണാൻ സാധിക്കും. പക്ഷേ സങ്കടകരം എന്ന് പറയട്ടെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അധിക പേരും അള്ളാഹുൽ വിശ്വസിക്കുന്നത് അള്ളാഹുൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ മുശ്രിക്കീങ്ങളായിക്കൊണ്ടല്ലാതെ അല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. നിങ്ങൾ ഒന്ന് കണ്ണോടിച്ച് നോക്കൂ ദുനിയാവിലേക്ക്, ഈ ഭൂമിയിലേക്ക്. ഭൂമിയിൽ അധിക പേരും ശിർക്കിലകപ്പെട്ട ആളുകളായിരിക്കും. അത്രയും ഗൗരവമുള്ള വിഷയമാണ് ശിർക്ക് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സ്ഥലങ്ങളിൽ ഗൗരവത്തോടുകൂടി വിലക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമുക്ക് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാൻ സാധിക്കും, അള്ളാഹുവിൽ യാതൊരാൾക്കും പങ്കു ചേർക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഇബാദത്തുകളിൽ. ലാ മലക്കുൻ മുഖറബും വലാ നബിയ്യുൻ മുർസലുൻ. ലാ മലക്കുൻ മുഖറബ്, അടുത്ത മലായിക്കത്തുകൾക്കോ അല്ലെങ്കിൽ അടുത്ത പ്രവാചകന്മാർക്കോ നൽകാൻ പാടില്ല. അവർക്ക് നൽകാൻ പാടില്ലെങ്കിൽ പിന്നെ ആർക്കാണ് നൽകാൻ പറ്റുക? ആർക്കും പറ്റൂല. ആർക്കും പാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ആർക്കും നൽകാൻ പാടില്ല. ആർക്കെങ്കിലും ഇബാദത്തൊക്കെ നൽകാമായിരുന്നെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകാമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഇബാദത്തൊക്കെ നൽകാൻ പാടില്ല. പിന്നെ എങ്ങനെ ബാക്കിയുള്ള ആളുകൾക്കത് ഹലാലാകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണമെന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഇതിനുള്ള തെളിവ്, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്കുള്ള തെളിവ് കൊണ്ടുവരികയാണ്. സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ വചനാണ്. വ അന്നൽ മസാജിദ ലില്ലാഹ്. തീർച്ചയായിട്ടും മസാജിദുകൾ. എന്താണ് മസാജിദ്? മുഫസ്സിരീങ്ങൾ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായതായി കാണാൻ സാധിക്കും. എന്താണ് മസാജിദ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ ഇമാം ഖതാദ, ഇവർ രണ്ടുപേരും പറഞ്ഞു ഹിയൽ മവാദിഉൽ മുഖസ്സസതു ലിൽ ഇബാദാത്ത്. ഇബാദത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട സ്ഥലങ്ങൾ, അതായത് മസ്ജിദുകൾക്കാണ് മസാജിദ് എന്ന് പറയാം. ഇപ്പോൾ ഉപയോഗിക്കുന്ന മസ്ജിദുകൾ. വമിൻഹും മൻ ഖാല, അവരിൽ നിന്നും പറഞ്ഞവരുണ്ട്, അന്നൽ മസാജിദ ഹിയൽ അർളു കുല്ലുഹ. തീർച്ചയായിട്ടും മസ്ജിദ് എന്നുള്ളത് ഭൂമി മുഴുവൻ മസ്ജിദ് പറയും. ഭൂമി മുഴുവൻ മസ്ജിദ് എന്ന് പറയും. കാരണം എന്താണ്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇലത് ലിയൽ അർളു മസ്ജിദൻ വതുഹൂറ. എനിക്ക് ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി മസ്ജിദൻ വതുഹൂറ, സുജൂദ് ചെയ്യാനുള്ള ഇടം, ശുദ്ധിയായ ഇടമാക്കി തീർത്തു ഭൂമിയെ മുഴുവൻ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്താണ്? ഭൂമി മുഴുവൻ മസ്ജിദാണ് എന്നുള്ളത്. അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താവും? ഫലാ യുശ്രികു ബില്ലാഹി ഫീ ജമീഇൽ അർള്. ഭൂമിയിൽ എവിടെയും ശിർക്ക് ചെയ്യരുത് എന്നുള്ള അർത്ഥം കിട്ടുന്നു. അതുപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അന്നൽ മസാജിദ ഹിയ അഅ്ളാ സുജൂദ്. സുജൂദിൻ്റെ അവയവങ്ങളാണ് എന്ത്? മസ്ജിദ് എന്ന് പറഞ്ഞാൽ. സുജൂദ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന അവയവങ്ങൾ, നമ്മുടെ കൈപ്പത്തി, നെറ്റി, മൂക്ക്, കാൽമുട്ടുകൾ, കാൽവിരലിൻ്റെ അറ്റം, ഇതാണ് മസാജിദ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് അള്ളാഹുവിനെ ത്വഅത്ത് ചെയ്യാനല്ലാതെ, അത് അള്ളാഹുവിനെ അനുസരിക്കാനും അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ ഉപയോഗിക്കരുതേ, അതായത് സുജൂദ് ഉപയോഗിക്കരുതേ എന്നുള്ള അർത്ഥം ലഭിക്കും. ചുരുക്കത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടെങ്കിലും മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ ഇബാദത്തും അള്ളാഹുവിനുള്ളതാണ്. മസ്ജിദുകളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. ഭൂമിയെല്ലാം അള്ളാഹുവിനുള്ളതാണ്. വന്നൽ മസാജിദ ലില്ലാഹി, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. ഫലാ തദ്ഉ,
ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഉറപ്പിച്ചുകൊണ്ട് മറ്റൊരു കാര്യത്തെ നിഷേധിക്കുകയാണ്. ഭൂമിയും ആകാശവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. എന്നിട്ട് പറയണം ഫലാ തദ്ഉ, അതുകൊണ്ട് തന്നെ ലാ എന്നുള്ളത് അദാത്തുൻ നഹിയാണ്, നിരോധത്തിൻ്റെ ലാമാണ്. അറബി ഭാഷ നിരോധത്തിൻ്റെ ലാമാണ്. നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ലാമാണ്. ലാ തദ്ഉ, ലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യരുത്. എന്താണ് ദുആ? അറബി ഭാഷയിൽ ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായിട്ട് രണ്ടർത്ഥമാണ് ദുആഇനുള്ളത്. പ്രധാനമായിട്ടും ദുആഇന് രണ്ട് ഉപയോഗമാണുള്ളത്. ഒന്ന് ദുആഉൻ ഇബാദ, ഇബാദത്തായിട്ടുള്ള ദുആ, ഇബാദത്തുകളായിട്ടുള്ള ദുആ, അതായത് എല്ലാ ഇബാദത്തിനും ദുആ എന്ന് അറബി ഭാഷയിൽ പറയും, ഒന്നാമത്തെ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകുന്ന എല്ലാ ഇബാദത്തും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഇബാദത്തിനും എന്ത് പറയും? ദുആ എന്ന് പറയും. എന്തായിരുന്നു അതിൻ്റെ ഇബാദത്തിൻ്റെ താരീഫ്? നമ്മൾ മനസ്സിലാക്കിയതുപോലെ കുല്ലുമാ യുഹിബ്ബുഹുല്ലാഹു വയർലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ അല്ലാഹു തൻ്റെ അടിമകൾക്ക് ശറഅാക്കിയ ഇബാദത്തുകൾക്ക് ദുആ എന്ന് പറയും. അത് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും നൽകരുത് എന്നുള്ള അർത്ഥം വരും. രണ്ടാമത്തെ ദുആഉൻ മസ്അല, ചോദിക്കുന്ന ദുആ, ചോദിക്കുന്ന ദുആ. അതെന്താണ്? അറബി ഭാഷയിൽ കൂടുതൽ ദുആ എന്നുള്ളത് പ്രാർത്ഥന, നമ്മൾ മലയാളത്തിൽ പറയുന്ന പ്രാർത്ഥനയ്ക്ക്, അതുപോലെ തന്നെ ചോദ്യത്തിനാണ് ഉപയോഗിക്കാറുള്ളത്. ഏതുപോലെ അള്ളാഹുവിനോട് പറയും യാ അല്ലാഹ് യാ റഹ്മാൻ ഇഗ്ഫിർലി, അള്ളാഹുവേ എനിക്ക് പുറത്തു നൽകണമേ, എൻ്റെ കാര്യങ്ങൾ ശരിയാക്കണമേ എന്ന് പറയുന്ന പോലുള്ള ദുആ. രണ്ടർത്ഥവും ദുആഇന് ഉപയോഗിക്കുന്നതാണ് അറബി ഭാഷയിൽ. രണ്ടർത്ഥവും ഇവിടെ യോജിക്കുന്നതാണ്. രണ്ടായാലും അത് ഇബാദത്തുകൾ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും നൽകാൻ പാടില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് എപ്പോഴാണ് ദുആ ശിർക്കാകുക, എപ്പോഴാണ് ദുആ ശിർക്കാകുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. സാധാരണ ഇവിടെ ശിർക്കിൻ്റെ ആളുകൾ പല രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടെല്ലാം ആളുകളെ കബളിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. പക്ഷെ ഒരു മുവഹിദ്, ഒരു സുന്നി, ഒരു സലഫി കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം എപ്പോഴാണ് ദുആ ശിർക്കാവുക എന്നുള്ളത്. 3 സന്ദർഭമാണുള്ളത് ദുആ ശിർക്കാകാൻ. ഒന്നാമത്തേത് സുആലുൽ മയ്യിത്ത് മുത്ലഖൻ, മരിച്ചുപോയ ആളോട് ചോദിക്കുക എന്നുള്ളതാണ്. ഏത് രൂപത്തിൽ ചോദിച്ചാലും. ഈ ഒരു ഭാഗത്തിനെ കുറിച്ചാണ്, ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, അവർ കേട്ടാലോ മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, പരലോകത്ത് വെച്ച് നിങ്ങളുടെ ശിർക്കിനെ അവർ എന്ത് ചെയ്യും? നിഷേധിക്കും. നിങ്ങൾ ശിർക്ക് ചെയ്തതിനെ അവർ നിഷേധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് ശിർക്കാവുന്ന ദുആ എന്താണ്? ദുആഉൽ ഹയ്യിൽ ഗായിബ്, ജീവിച്ചിരിക്കുന്ന ആളാണ്, മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്ന ആളാണ്, പക്ഷെ സ്ഥലത്തില്ലാത്ത. ഏതുപോലെ? ഇവിടെയുള്ള ആള് ഇറാഖിലില്ല, അല്ലെങ്കിൽ ഇറാനിലില്ല, അല്ലെങ്കിൽ മറ്റ് പാകിസ്ഥാനിലില്ല, അല്ലെങ്കിൽ വേണ്ട ഇവിടെ ഉള്ള ആള് കോഴിക്കോടുള്ള ആളോട് ചോദിക്കുക. ജീവിച്ചിരിക്കുന്ന ആളാണ്, കോഴിക്കോടുള്ള ആളോട് ചോദിക്കുന്നത് എന്താണ്? ശിർക്കാണ്. മനസ്സിലായോ? മൂന്നാമത്തേത് ദുആഉൻ ഹയ്യുൻ ഹാദിർ, ദുആഉ ഹയ്യിൻ ഹാദിറിൻ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, ജീവിച്ചിരിക്കുന്ന ആളാണ്, സ്ഥലത്തുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. സാധിക്കാത്ത കാര്യം അദ്ദേഹത്തിനോട് ചോദിക്കുക. ഏതുപോലെയൊക്കെ സുആലിഹി മഗ്ഫിറത്തു ദുനൂബ്, പാപമോചനത്തിന് വേണ്ടി ചോദിക്കുക, പാപമോചനത്തിന് വേണ്ടി ചോദിക്കുക, ഹിദായത്തിന് ലഭിക്കാൻ വേണ്ടി അദ്ദേഹത്തിനോട് പറയുക. ഇതുപോലുള്ള വിഷയങ്ങൾ ചോദിക്കുന്നതും ഇതെന്താ? ദുആഇൻ്റെ പരിധിയിൽ വരും, ശിർക്കാവുന്ന ദുആഇൻ്റെ പരിധിയിൽ വരും എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ചുരുക്കത്തിൽ. അപ്പോൾ ഒരാളോട് ചോദിക്കാം, എങ്ങനെയാണെങ്കിൽ ഹയ്യുൻ ഹാദിറുൻ ഖാദിറുമാണെങ്കിൽ, ഹയ്യ് ജീവിച്ചിരിക്കുന്നവനാണ്, ഹാദിർ സ്ഥലത്തുള്ള ആളാണ്, ഖാദിർ നമ്മൾ പറയുന്ന കാര്യം അദ്ദേഹം ചെയ്യാൻ സാധിക്കും. ഏതുപോലെ? ഒരാളോട് 10 രൂപ കടം ചോദിക്കുന്നത് പോലെ, ഒരാളോട്
ഒരു സഹായം ചെയ്തു തരാൻ, ഈ ദുനിയാവിൻ്റെ ഒരു സഹായം, ഈ ഒരു സാധനം എടുത്തു തരാൻ, അല്ലെങ്കിൽ ഒരു സാധനത്തെ കുറിച്ച് അറിവ് ചോദിക്കുന്നത് പോലെ. ഇതെന്താണ്? അനുവദനീയമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഇതിൽ നിന്ന് ഏതെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് ശിർക്കാവുന്നതുമാണ്. ഇത് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. മറ്റാർക്കും ഞങ്ങൾ ഇബാദത്തുകൾ നൽകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ പറയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് മസ്ജിദിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. മസ്ജിദുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. ദീനുൽ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര പുസ്തകങ്ങൾ, അതുപോലെ തന്നെ അഖീദൻ്റെ ഗ്രന്ഥങ്ങളും പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും, മസ്ജിദിനുള്ളിലുള്ള കബറുകൾ മസ്ജിദിന് ശേഷമാണ് ഉണ്ടാക്കിയതെങ്കിൽ ആ കബർ പൊളിച്ചു കളയണമെന്നാണ് നിയമം. ഉള്ളിലുള്ള കബറുകൾ, മസ്ജിദിൻ്റെ അങ്കണത്തിലുള്ള കബറുകൾ. ഖബർസ്ഥാനും മസ്ജിദിനുമിടയിൽ മറ്റൊരു മതിൽ വേണം. ഖബർസ്ഥാനും മസ്ജിദിനുമിടയിൽ മറ്റൊരു മതിൽ ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ പറഞ്ഞ കാര്യമാണ്. ലഅനത്തുല്ലാഹിൽ യഹൂദ് വൻ നസാറ, അള്ളാഹുവിൻ്റെ കോപം, ശാപം ജൂത ക്രിസ്ത്യാനികൾക്കുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ മസ്ജിദുകളായി സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കി മാറ്റി. അവർക്ക് എന്നല്ല പറഞ്ഞത്, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ആക്കിയത് എന്താണ്? ഖബറുകളാണ്. എന്നിട്ട് പറഞ്ഞു, അല അറിയുക ഫലാ തത്തഖിദു ഖുബൂറ മസാജിദൻ ഫഇന്നി അൻഹാകും അൻ ദാലിക്, നിങ്ങൾ മസ്ജിദുകളെ ഖബറുകളെ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കിയെടുക്കരുതേ, സ്വീകരിക്കരുതേ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ തൊട്ട് അതിനെ വിലക്കിയതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് നിസ്കരിക്കാൻ കയറുമ്പോൾ ശ്രദ്ധിക്കണം. ഖബറുകളില്ല മസ്ജിദുകളിൽ നിസ്കരിക്കൽ അനുവദനീയമല്ല. അത് ഖബർസ്ഥാനായിട്ടാണ് പരിഗണിക്കുക. ഖബർസ്ഥാന നിസ്കാരം പാടില്ല. മസ്ജിദിൻ്റെ ഉള്ളിലുള്ള ഖബർ, കെട്ടിപ്പൊക്കിയ ഖബറുകൾ നമുക്ക് കാണാൻ സാധിക്കും. പരിസരത്തുള്ള പല മസ്ജിദുകളിലും അത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്തത് അല്പം വലിയൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ചുരുക്കത്തിൽ ശിർക്കിൻ്റെ ഗൗരവം, അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നമ്മൾ എടുക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും അതിലുവരെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.